മലയാള മനോരമ എന്ന് പറയുന്ന മാധ്യമ ഭീമന്റെ ചരിത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഈ മാധ്യമ ഭീമന്റെ ചരിത്രത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളതായിരിക്കും പലരുടെയും സംശയം. എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു, മനോരമ എന്ന് പറയുന്ന മാധ്യമ ഭീകരന് പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്നതിനപ്പുറത്ത് നിരവധിയായ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അവർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുണ്ട്, അതുപോലെ തന്നെ ടയർ റബ്ബർ വ്യാപാരമുണ്ട്, അതുപോലെ തന്നെ എസ്റ്റേറ്റ് തോട്ടങ്ങൾ തുടങ്ങിയ മേഖലയിലും അവർക്ക് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇതൊക്കെ നേരായ മാർഗത്തിലൂടെയല്ല അവർ ചെയ്തു വരുന്നത് എന്നും നമുക്കറിയാം. 100 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് ഇങ്ങോട്ട് നിരവധിയായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റുകളുടെയും ഒക്കെ ഭൂമി കയ്യേറി ആ ഭൂമിയിലാണ് അവരുടെ എസ്റ്റേറ്റുകളൊക്കെ തന്നെ നടത്തിവർത്തിയിട്ടുള്ളത്. ഇങ്ങനെ സാധാരണക്കാരായ ആളുകളുടെ താല്പര്യങ്ങൾ നെക്കിപ്പിഴിഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ വ്യാപാര സാമ്രാജ്യം ഇവർ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇതിന് പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ പങ്കുണ്ട്. അഥവാ പല രാഷ്ട്രീയ പാർട്ടികളും ഈ വക പ്രവർത്തനങ്ങളിൽ, ഈ കുരിശിത പ്രവർത്തനങ്ങളിൽ മനോരമ എന്ന് പറയുന്ന മാധ്യമ ഭീകരനെ പിന്തുണച്ചിട്ടുണ്ട്. അതിൽ മുമ്പിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് മനോരമ എന്ന് പറയുന്ന പത്രം, അതിൻ്റെ TV ചാനൽ, അതിൻ്റെ ഓൺലൈൻ മീഡിയ, ഇതൊക്കെ പടച്ചുണ്ടാക്കുന്ന വാർത്തകൾ എപ്പോഴും കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ മാത്രമായിരിക്കും. അവരെ തൃപ്തിപ്പെടുത്തുന്ന വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വിളമ്പിക്കൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കുക, ഒപ്പം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൈപ്പറ്റുക, അവരുടെ പിന്തുണയോടുകൂടി നിയമത്തിനെ വെല്ലുവിളിക്കുക, നിയമത്തിന്റെ നൂലാമാലകളെ മറികടക്കുക, നിയമത്തിന്റെ പഴുത് ഹോളുകളിലൂടെ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം, ബിസിനസ് താല്പര്യം സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് മനോരമയുടെ ഒരു രീതി. അത്തരത്തിലുള്ള ഒരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഇപ്രകാരമാണ്: നാഗ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 4 സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. അത് വലിയ ദേശീയ വാർത്തയായി, വലിയ ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് ഈ മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വസ്തുതയാണ്. നാഗ്പൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, RSS രൂപം കൊണ്ട പ്രദേശമാണ് നാഗ്പൂർ. RSSന്റെ ആസ്ഥാനമാണ് നാഗ്പൂരിൽ ഉള്ളത്. അവിടെ വെച്ചാണ് RSSന്റെ പല ഹൈന്ദവ അജണ്ടകളും രൂപീകരിക്കുന്നതും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതും എന്ന് നമുക്കറിയാം. ആ നാഗ്പൂരിൽ മുസ്ലിം ലീഗിന് 4 സീറ്റ് കിട്ടി എന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി ഇവർ പ്രസിദ്ധീകരിക്കുമ്പോൾ, വാർത്ത കൊടുക്കുമ്പോൾ, ഇവിടെ ആളുകളെ അവർ മനഃപൂർവ്വം അറിയിക്കാതെ പോകുന്ന ചില വാർത്തകളുണ്ട്. അത് എന്താണ് എന്ന് നോക്കാം. ഈ നാഗ്പൂർ എന്ന് പറയുന്ന നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗിന് 4 എണ്ണമുണ്ട്. അതവിടെ നിൽക്കട്ടെ. 34 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 160 സീറ്റുകൾ ജയിച്ചിട്ടുള്ളത് BJPയും BJPയുടെ സഖ്യകക്ഷികളും കൂടിയാണ്, അഥവാ NDA മുന്നണിയാണ്. NDA മുന്നണിയാണ് നാഗ്പൂർ എന്ന് പറയുന്ന നഗരസഭ ഭരിക്കുന്നത്. മുമ്പും അവർ തന്നെയാണ് ഭരിച്ചിരുന്നത്, ഇപ്പോഴും അവർ തന്നെ ഭരിക്കുന്നു. അപ്പോൾ ഈ 150 സീറ്റോളം നേടി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി NDA മുന്നണി അവിടെ അധികാരത്തിൽ വന്നിട്ടും ഈ ലീഗിന് കിട്ടിയ 4 സീറ്റിന്റെ കണക്ക് വലിയ ദേശീയ അന്തർദേശീയ വാർത്താ പ്രാധാന്യത്തോടുകൂടി മനോരമ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് അവരുടെ ബിസിനസ് താല്പര്യവും രാഷ്ട്രീയ താല്പര്യവുമാണ്. സ്വാഭാവികമായിട്ടും അത് UDFന് അനുകൂലമാണ്. കോൺഗ്രസിന്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നുവോ, കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ആരൊക്കെ രംഗത്ത് വരുന്നുവോ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ യഥാർത്ഥ ആശയം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതുപോലും ശ്രദ്ധിക്കാതെ അവരെ വെള്ളപൂശുന്ന, അവരെ മഹത്വവൽക്കരിക്കുന്ന
തരത്തിലുള്ള വാർത്തകളാണ് എപ്പോഴും മനോരമ കൊടുക്കാറുള്ളത്. ഈ നാഗ്പൂറുമായി ബന്ധപ്പെട്ട ഈ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് വാർത്തയും ഇപ്രകാരം മാത്രമാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും വളരെ സുവ്യക്തമായ കാര്യമാണ്.